ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മുത്തശ്ശിനൊക്കെ കണ്ടിട്ട് നേരെ പോയത് ടൗണിലേക്കായിരുന്നു കേട്ടോ. ടൗണിൽ നമ്മുടെ ട്രെൻഡ്സിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ കാസർഗോഡും മാംഗ്ലൂരൊക്കെ ഉള്ള ട്രെൻഡ്സിൽ കുറേ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ കണ്ണൂരുള്ളതിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ കിഡ്സ് സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് ഞാനും ഋതുവും കൂടി ഇങ്ങനെ കുറേ നോക്കി ഫൈനലി ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഋതു ഈ ഒരു ഡ്രസ്സാണ് എടുത്തത്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോയി. അവിടെ നിന്ന് കീർത്തുവിന് വേണ്ട നോക്കാൻ കേട്ടോ. കീർത്തു ആദ്യം ഈ ഒരു ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. അതുകൊണ്ട് പിന്നെ അതിനേക്കാളും നല്ല എത്ര എണ്ണം എടുത്തിട്ടും എന്തെല്ലാം എടുത്തിട്ടും അവന് വേണ്ട അതന്നെ മതി, ഓക്കെ അതെടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഇടാക്കി. അപ്പോൾ എല്ലാം കൂടെ അറൗണ്ട് 2000 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫർ കിട്ടി ഗായ്സ്. നമ്മൾ 1000 റുപ്പീസിന് പർച്ചേസ് വീണ്ടും പർച്ചേസ് ചെയ്താൽ നമുക്ക് 500 റുപ്പീസേ പേ ചെയ്യേണ്ടു പറഞ്ഞു. അങ്ങനെ അമ്മയും കുഞ്ഞാനും കൂടിയിട്ട് അവർക്കിങ്ങനെ ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 499 2 ടോപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നോക്കുന്നുണ്ടായത്. അപ്പോൾ കുഞ്ഞാന് ഈ ഒരു പച്ചക്കളറും അമ്മ ഈ ഒരു ഇത് ഞാൻ പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അമ്മ ഈ ഒരു വൈറ്റ് വണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു, മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റ് മൊത്തം ചുറ്റിക്കറങ്ങി ഫൈനലി വാങ്ങിച്ചത് ആകെപ്പാടെ ചെറുനാരങ്ങയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു, വീണ്ടും ചുറ്റാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാനിതാ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു സംഭവം കണ്ടു ഗൈസ്. ഇങ്ങനെ പണ്ടിങ്ങനെ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂവപ്പൊടി കൊണ്ട് ഇങ്ങനെ കുറുക്കാക്കി തരുമല്ലോ. അപ്പോൾ ആ ഒരു കുറുക്കാക്കുന്നത് ആ ഒരു കിഴങ്ങി നടത്ത കൂവക്കിഴങ്ങ്, അപ്പം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാസർഗോഡൊന്നും ആ സംഭവം കിട്ടാനേ ഇല്ല ഗൈസ്. പിന്നെ നമ്മൾ വീണ്ടും കുറേ നടന്നു. അപ്പോൾ ഈ ഒരു ബാഗ് കണ്ടാണ്ടോ, അവിടെ നിന്നാണ് അമ്മ അധികവും ബാഗ് വാങ്ങാറുള്ളത്. അതായത് നാട്ടിൽ വന്നാലാണ് അമ്മ അധികവും ബാഗ് വാങ്ങാറുള്ളത് തന്നെ. അവിടെ ഭയങ്കര പൈസ കുറവും ആൻഡ് ഹൈ ക്വാളിറ്റിയുമാണ്. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറി നടന്നു വീട്ടിലേക്ക് എത്തി ഗായ്സ്. ടാറ്റ ബൈ ബൈ, സി യു.